ഒരു കോണിൽ ശാന്തതയുടെയും നിശബ്ദതയുടെയും പ്രതീകമായി നിൽക്കുന്ന ഒരു കൊച്ചു സുൽത്താനേറ്റ് ഉണ്ട്, ഒമാൻ. എന്നാൽ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവരക്തം ഒഴുകുന്ന ഹോർമോസ് കടലിടുക്കിലേക്ക് കണ്ണെത്തിച്ചാൽ ഒമാൻ വെറുമൊരു രാജ്യമല്ല, ലോകത്തിലെ വൻ ശക്തികളെ പോലും വിറപ്പിക്കുന്ന തന്ത്രപ്രധാനമായ ഒരു വൻമതിലാണ്. തന്റെ രണ്ടാം ഔദ്യോഗിക കാലാവധി തുടങ്ങി വെറും 16 മാസങ്ങൾക്കുള്ളിൽ ലോക ജനസംഖ്യയിലെ 11-ൽ ഒരാളെ വീതം ഉപരോധങ്ങളുടെയും യുദ്ധഭീതിയുടെയും നിഴലിലാക്കിയ ഒരൊറ്റ പേരേയുള്ളൂ, ഡൊണാൾഡ് ട്രംപ്. കാനഡയും ക്യൂബയും മുതൽ വെനസ്വലയും പനാമ കനാലും വരെ തന്റെ കാൽക്കീഴിലാക്കാൻ ആഗ്രഹിക്കുന്ന അമേരിക്കയുടെ യുദ്ധക്കൊതി ഇപ്പോൾ ഒമാന്റെ പരമാധികാരത്തിന് നേരെ വിരൽ ചൂണ്ടിയിരിക്കുകയാണ്. അവർ എല്ലാവരെയും ഒരേപോലെ പെരുമാറണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അവരെ ബോംബെറിഞ്ഞ് തകർക്കേണ്ടി വരും. ഇത് ട്രംപിന്റെ വെറും ഒരു ഭീഷണിയല്ല, തങ്ങളുടെ ആധിപത്യത്തിന് വഴങ്ങാത്ത ഏതൊരു രാജ്യത്തെയും ആയുധബലം കൊണ്ട് അടിച്ചമർത്തുമെന്ന അമേരിക്കയുടെ അഹങ്കാരത്തിന്റെ പരസ്യമായ പ്രഖ്യാപനമാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ 39 കിലോമീറ്റർ വീതിയുള്ളതാണ് ഹോർമോസ് കടലിടുക്കെന്ന് തോന്നാമെങ്കിലും വലിയ വാണിജ്യ കപ്പലുകൾക്കും സൂപ്പർ ടാങ്കറുകൾക്കും സഞ്ചരിക്കാൻ യോഗ്യമായ ആഴക്കടൽ ചാനലുകൾ വളരെ പരിമിതമാണ്. ഇവിടെയാണ് ഭൂമിശാസ്ത്രം ഒമാന് നൽകിയിരിക്കുന്ന തന്ത്രപ്രധാനമായ മേൽക്കൈ അമേരിക്കയെ അസ്വസ്ഥമാക്കുന്നത്. കടലിടുക്കിന്റെ വടക്കൻ ഭാഗം, അതായത് ഇറാന്റെ തീരത്തോടുള്ള ചേർന്നുള്ള പ്രദേശങ്ങൾ ആഴം കുറഞ്ഞതും പാറക്കെട്ടുകൾ നിറഞ്ഞതുമാണ്. കൂടാതെ വേഷം, ലാരാക്, ഹോർമുസ് തുടങ്ങിയ ദ്വീപുകളെ കേന്ദ്രീകരിച്ച് ഇറാന്റെ ശക്തമായ സൈനിക പ്രതിരോധ സംവിധാനങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഗോള കപ്പൽ ഗതാഗതത്തിനായി അന്താരാഷ്ട്ര സമൂഹം നിശ്ചയിച്ചിട്ടുള്ള ട്രാഫിക് സെപ്പറേഷൻ സ്കീം പ്രകാരമുള്ള ഏറ്റവും സുരക്ഷിതവും ആഴമേറിയതുമായ കപ്പൽ ചാനലുകൾ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്നത് ഒമാന്റെ പരമാധികാരത്തിന് മേലുള്ള മുസന്തം ഉപദ്വീപിനോട് ചേർന്നുള്ള പ്രാദേശിക ജലാശയത്തിലാണ്. വെറും 2 മൈൽ മാത്രം വീതിയുള്ള ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് ഏഷ്യയിലെ വൻ ശക്തികളായ ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കുള്ള ഇന്ധനം മുഴുവൻ കടന്നു പോകുന്നത്. ഇറാൻ തന്റെ പക്കലുള്ള ആധുനിക മിസൈലുകളും ഡ്രോണുകളും വേഗമേറിയ യുദ്ധ കപ്പലുകളും ഉപയോഗിച്ച് കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ സൈനികമായി പ്രാപ്തമാണെങ്കിൽ, മറുവശത്ത് ഒമാൻ തന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കൊണ്ട് കപ്പലുകളുടെ സുരക്ഷിതമായ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കാൻ ശേഷിയുള്ള മറഞ്ഞിരിക്കുന്ന ശക്തിയായി മാറുന്നു. ചുരുക്കത്തിൽ ഒമാന്റെ പൂർണ്ണമായ സഹകരണവും സുരക്ഷാ മേൽനോട്ടവും ഇല്ലാതെ ഈ വഴിയിലൂടെയുള്ള ആഗോള വാണിജ്യം പൂർണ്ണമായും അസാധ്യമാണ്. 2026 ഫെബ്രുവരി 28-ന് ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി മേഖലയെ വലിയൊരു യുദ്ധക്കളമാക്കി മാറ്റി. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ അധിനിവേശം ഉറപ്പിക്കാൻ അമേരിക്ക നടത്തിയ ഈ ക്രൂരമായ നീക്കത്തിന് മറുപടിയായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഹോർമുസ് കടലിടുക്കിൽ ശക്തമായ ഉപരോധവും ഏർപ്പെടുത്തി. ഇതോടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധികളിലൊന്നാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. 1550-ലധികം വാണിജ്യ കപ്പലുകൾ കടലിടുക്കിന്റെ ഇരുവശത്തുമായി കുടുങ്ങിക്കിടന്നു. അന്താരാഷ്ട്ര കപ്പൽ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ മുൻപത്തേക്കാൾ 6 ഇരട്ടിയോളം വർദ്ധിച്ചു. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഇളകുകയും ചെയ്തു. തങ്ങളുടെ സാമ്രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം അമേരിക്ക ഒരു ജനതയ്ക്ക് മേൽ യുദ്ധം അടിച്ചേൽപ്പിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് ഇന്ധനത്തിനായി ഈ കടലിടുക്കിനെ ആശ്രയിക്കുന്ന കോടിക്കണക്കിന് സാധാരണ മനുഷ്യരാണ്. ഈ കലുഷിതമായ അന്തരീക്ഷത്തിലാണ് ഒമാൻ എന്ന രാജ്യം തങ്ങളുടെ നയതന്ത്ര മികവോടെ ഇരു കൂട്ടർക്കുമിടയിൽ ഒരു സമാധാന പാലമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. ഈ പ്രതിസന്ധിക്ക് പിന്നാലെ കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനായി ഇറാൻ മെയ് 5-ന് പേർഷ്യൻ ഗൾഫ് സ്ട്രേറ്റ് അതോറിറ്റി രൂപീകരിച്ചു. ഈ പുതിയ സംവിധാനം അനുസരിച്ച് കടന്നുപോകുന്ന ഓരോ കപ്പലും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നും ഒരു ബാരൽ എണ്ണയ്ക്ക് $1 എന്ന തോതിൽ ഗതാഗത ഫീസ് അഥവാ ടോൾ ഇറാനിയൻ കറൻസിയായ റിയാലിൽ നൽകണമെന്നും നിർദ്ദേശിക്കപ്പെട്ടു. തങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ ഇറാൻ നടത്തുന്ന ഈ നീക്കത്തെ നേരിടാൻ അമേരിക്ക വീണ്ടും ഭീഷണിയുമായി രംഗത്തെത്തി. ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും പിന്തുണയോടെ മറ്റൊരു അന്താരാഷ്ട്ര സഖ്യം രൂപീകരിക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക ഇതിന്റെ പേരിൽ ഒമാനെ ഭയപ്പെടുത്താനാണ് നോക്കുന്നത്. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പരസ്യമായി പ്രഖ്യാപിച്ചു, ഹോർമുസ് കടലിടുക്കിൽ ടോൾ സംവിധാനം ഏർപ്പെടുത്താനുള്ള ഒരു നീക്കവും അമേരിക്കൻ സർക്കാർ സഹിക്കില്ല. ഇതിന് നേരിട്ടോ അല്ലാതെയോ സഹായിക്കുന്ന ഒമാൻ ഉൾപ്പെടെയുള്ള ഏത് ശക്തിയെയും അമേരിക്കൻ ട്രഷറി ലക്ഷ്യമിടും, അവരെ ശിക്ഷിക്കും. തങ്ങളുടെ ഡോളർ ആധിപത്യവും ഉപരോധ രാഷ്ട്രീയവും തകരുമെന്ന ഭീതിയിലാണ് അമേരിക്ക ഒമാനെ പോലുള്ള ഒരു പരമാധികാര രാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തിയത്. ഈ തർക്കത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളെ തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കുന്ന അമേരിക്കൻ ഇരട്ടത്താപ്പ് വ്യക്തമാണ്. 1982-ലെ ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ കൺവെൻഷൻ പ്രകാരം ഹോർമുസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര ജലപാതയാണ്. അതിലൂടെ കപ്പലുകൾക്ക് തടസ്സമില്ലാതെ സഞ്ചരിക്കാൻ അവകാശമുണ്ട്. ഒമാൻ ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളതിനാൽ അവർ ഈ നിയമങ്ങളെ മാനിക്കുന്നു. എന്നാൽ ഇറാൻ ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും അത് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണി ഉണ്ടായാൽ കപ്പലുകൾ തടയാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയതുപോലെ ഈ കടലിടുക്ക് ഇറാന്റെയും ഒമാന്റെയും പ്രാദേശിക ജലാതിർത്തിക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനിടയിൽ അന്താരാഷ്ട്ര ജലാതിർത്തി എന്നൊന്നില്ല. കപ്പൽ ഗതാഗതം പഴയതുപോലെയാക്കാൻ ഒമാനും ഇറാനും സംയുക്തമായി ട്രാഫിക് മാനേജ്മെന്റ് നടത്താൻ ചർച്ചകൾ നടത്തുന്നു എന്ന വാർത്തകൾ വന്നതോടെയാണ് അമേരിക്ക നിയന്ത്രണം വിട്ട് ഒമാനെതിരെ തിരിഞ്ഞത്. ലോകത്തെവിടെയും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന അമേരിക്ക തങ്ങൾക്ക് പരിക്കേൽക്കുമ്പോൾ ആയുധമെടുത്ത് ഭീഷണിപ്പെടുത്തുന്നതാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്.
അമേരിക്കയുടെ സൈനിക ഭീഷണികൾക്കും കടുത്ത സമ്മർദ്ദങ്ങൾക്കും മുന്നിൽ ഒമാൻ പെട്ടെന്ന് വഴങ്ങിക്കൊടുക്കാത്തതിന് കാരണം അവരുടെ പതിറ്റാണ്ടുകളായുള്ള സ്വതന്ത്ര വിദേശ നയമാണ്. പ്രാദേശിക തർക്കങ്ങളിൽ കക്ഷി ചേരാതെ എല്ലാവരുമായും സൗഹൃദം പുലർത്തുന്ന കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നാണ് ഒമാൻ അറിയപ്പെടുന്നത്. അമേരിക്കയും ഇറാനും ഒരേപോലെ വിശ്വസിക്കുന്ന ലോകത്തിലെ ചുരുക്കം ചില മധ്യസ്ഥരിൽ ഒരാളാണ് ഒമാൻ സുൽത്താനേറ്റ്. ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഫെബ്രുവരി 27-ന് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽബുസൈദി അമേരിക്കയിൽ വെച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി അതീവ രഹസ്യവും നിർണായകവുമായ ചർച്ചകൾ നടത്തിയിരുന്നു. ഇറാനുമായുള്ള ആണവ ചർച്ചകളിൽ വലിയ പുരോഗതി കൈവരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ സമാധാന ചർച്ചകൾ പൂർണ്ണതയിൽ എത്തുന്നതിന് തൊട്ടു മുൻപ് മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്ക ഏകപക്ഷീയമായി സൈനിക നടപടി പ്രഖ്യാപിച്ച് സമാധാനത്തിനുള്ള എല്ലാ വാതിലുകളും കൊട്ടിയടക്കുകയായിരുന്നു. ഇറാൻ ഒരു ഭീഷണിയാണെന്ന അമേരിക്കയുടെ പതിവ് പല്ലവി അമേരിക്കൻ മണ്ണിൽ വെച്ച് തന്നെ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽബുസൈദി പരസ്യമായി തള്ളിക്കളഞ്ഞു. പശ്ചിമേഷ്യ ഇന്നത്തെ കലുഷിതാവസ്ഥയിൽ എത്തിച്ചത് അമേരിക്കയുടെ അടങ്ങാത്ത യുദ്ധക്കൊതിയാണെന്ന് തുറന്നടിക്കാൻ ഒമാൻ ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. ബാഹ്യ സമ്മർദ്ദങ്ങളുടെ കോലാഹലങ്ങൾക്കൊന്നും വഴങ്ങാതെ ലോകത്തെ രണ്ട് ബന്ധവരികൾക്കിടയിലും ഇന്നും വിശ്വസ്തയുടെ സന്ദേശങ്ങൾ കൈമാറാൻ കഴിയുന്ന ഒരേയൊരു നയതന്ത്ര ചാനൽ ഒമാൻ മാത്രമാണെന്ന് ഈ പ്രതിസന്ധി ഘട്ടത്തിലും അവർ തെളിയിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കൻ ഭരണകൂടം ഭീഷണിപ്പെടുത്തുന്നത് പോലെ ഒമാനെ അത്ര പെട്ടെന്ന് ബോംബെറിഞ്ഞ് തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. കാരണം ഒമാനെതിരെയുള്ള ഏതൊരു സൈനിക നീക്കവും ഹോർമൂസ് കടലിടുക്കിനെ പൂർണ്ണമായും നിശ്ചലമാക്കും. അത് അമേരിക്കയുടെ സഖ്യകക്ഷികളായ ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായി തകർത്ത് തരിപ്പണമാക്കും. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ പരസ്യമായി പ്രതികരിക്കാതെ എന്നാൽ തങ്ങളുടെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഉപയോഗിച്ച് ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ തുല്യമായ അകലം പാലിച്ച് ഒമാൻ നടത്തുന്ന ഈ നയതന്ത്ര യുദ്ധം ലോക ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത ഒന്നാണ്. തോക്കുകളുടെ ഗർജനം കൊണ്ടോ മിസൈലുകളുടെ പ്രഹരശേഷി കൊണ്ടോ മാത്രമല്ല, അതിസൂക്ഷ്മമായ നയതന്ത്രവും തന്ത്രപരമായ ഭൂമിശാസ്ത്രവും കൊണ്ട് ലോകത്തെ വൻ ശക്തികളുടെ നീക്കങ്ങളെ പോലും നിയന്ത്രിക്കാമെന്ന് ഒമാൻ ഇന്ന് ലോകത്തിനു മുന്നിൽ തെളിയിക്കുകയാണ്. സാമ്രാജ്യ ശക്തികളുടെ കണ്ണുവെട്ടിച്ചും അവരുടെ അഹങ്കാരത്തിന് മുന്നിൽ തലകുനിക്കാതെയും ആഗോള സാമ്പത്തിക ഊർജ്ജപാതയുടെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിന്റെ യഥാർത്ഥ കാവൽക്കാരനായി ഒമാൻ ഇന്നും തലയുയർത്തി നിൽക്കുന്നു. സമാധാനത്തിന്റെ പക്ഷം ചേർന്നുകൊണ്ട് തന്നെ തങ്ങളുടെ പരമാധികാരം കാത്തുസൂക്ഷിക്കുന്ന ഒമാൻ ഒച്ചപ്പാടുകളില്ലാതെ ലോക ഭൗമരാഷ്ട്രത്തിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന യഥാർത്ഥ നിശബ്ദ ശക്തി തന്നെയാണെന്ന് അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ടാണ് ചരിത്രത്തിൽ ഈ രാജ്യം മുന്നേറുന്നത്.